കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ ആ വേദിയിൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലെ പല പ്രമുഖരും സന്നിഹിതരായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ പങ്കെടുത്ത ആ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പക്ഷേ എല്ലാവരുടെയും കണ്ണുകൾ തിരഞ്ഞത് അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആയിരുന്നു. കേരളവുമായി സാംസ്കാരികവുമായും രാഷ്ട്രീയവുമായും ഏറെ അടുത്തു നിൽക്കുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ജനപ്രിയനായ ഒരു സൂപ്പർ താരവും രാഷ്ട്രീയ നേതാവും, ഇത്രയും സുപ്രധാനമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. കേവലം സമയക്കുറവോ തിരക്കുകളോ അല്ല അദ്ദേഹത്തെ ഈ ചടങ്ങിൽ നിന്നും അകറ്റി നിർത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറിച്ച് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജനതയുടെ വൈകാരികമായ മുറിവുകളും ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പയറ്റുന്ന സൂക്ഷ്മമായ നയതന്ത്ര നീക്കങ്ങളുമാണ് ഈ വിട്ടുനിൽക്കലിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്ന് വേണം അനുമാനിക്കാൻ. ശ്രീലങ്കൻ തമിഴരുടെ ചോരവീണ മുള്ളിവയ്ക്കൽ അനുസ്മരണ ദിനത്തിൻ്റെ വൈകാരികതയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടക്കാനിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ മാനങ്ങളും പരിശോധിക്കുമ്പോൾ മാത്രമേ വിജയുടെ ഈ തീരുമാനത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കൻ തമിഴരുടെ പ്രശ്നം കേവലമൊരു അയൽരാജ്യത്തെ ആഭ്യന്തര വിഷയമല്ല, മറിച്ച് സ്വന്തം പൊക്കിൾക്കൊടി ബന്ധത്തിൻ്റെ വൈകാരികതയാണ്. മെയ് 18 എന്നത് ലോകമെമ്പാടുമുള്ള തമിഴരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ദിവസമല്ല. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വടക്ക് കിഴക്കൻ തീരത്തെ മുള്ളിവയ്ക്കൽ എന്ന ചെറു ഗ്രാമത്തിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് സാധാരണക്കാരായ തമിഴരെ അനുസ്മരിക്കുന്ന മുള്ളിവയ്ക്കൽ അനുസ്മരണ ദിനമാണ് മെയ് 18. തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തമിഴീഴം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം അഥവാ LTTE ശ്രീലങ്കൻ ഭരണകൂടത്തിനെതിരെ നടത്തിയ സായുധ പോരാട്ടമാണ് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം. പതിറ്റാണ്ടുകൾ നീണ്ട ഈ പോരാട്ടം ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായമാണ്. 2007 തന്നെ ഈ ആഭ്യന്തര യുദ്ധത്തിൽ 70,000-ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ 54,000-ത്തിലധികം പേർ ശ്രീലങ്കൻ തമിഴരായിരുന്നു എന്നത് ആ സമുദായം നേരിട്ട ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇതിന് പുറമെ 1,00,000-ഓളം തമിഴരെ കാണാതാവുകയും ചെയ്തു. എന്നാൽ ഏറ്റവും വലിയ ദുരന്തം അരങ്ങേറിയത് 2008 അവസാനത്തിലും 2009 തുടക്കത്തിലും ഇടയിലുള്ള അവസാന മാസങ്ങളിലാണ്. ശ്രീലങ്കൻ സൈന്യവും LTTEയും തമ്മിൽ നടന്ന അത്യന്തം ക്രൂരമായ പോരാട്ടങ്ങൾക്കിടയിൽ 3,00,000-ഓളം വരുന്ന സാധാരണക്കാരായ മനുഷ്യർ പെട്ടുപോയി. UN റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിൻ്റെ അവസാന മാസങ്ങളിൽ മാത്രം 40,000-ഓളം തമിഴ് സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ശ്രീലങ്കൻ സൈന്യം നടത്തിയ വിവേചനരഹിതമായ ഷെല്ലാക്രമണങ്ങളാണ് ഇതിൽ വലിയ പങ്കും വഹിച്ചത്. ഇരുപക്ഷവും വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും ചെയ്തുവെന്ന ആരോപണങ്ങൾ ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷണറുടെ ഓഫീസ് ഈ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. LTTEയുടെ സ്ഥാപകനും നേതാവുമായ വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടതോടെ 2009 മെയ് 18 ഈ ആഭ്യന്തര യുദ്ധത്തിന് ഔദ്യോഗികമായി വിരാമമായി. യുദ്ധം അവസാനിച്ചെങ്കിലും ശ്രീലങ്കൻ തമിഴരുടെ ദുരിതങ്ങൾക്ക് അവസാനമുണ്ടായിരുന്നില്ല. മെയ് 18 എന്ന ദിവസത്തെ ശ്രീലങ്കൻ ഭരണകൂടം ഔദ്യോഗികമായി വിജയ ദിനമായി പ്രഖ്യാപിക്കുകയും സൈനിക പരേഡുകളോടെ ആഘോഷിക്കുകയും ചെയ്തു. തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച സൈനികരെ യുദ്ധവീരന്മാരായി വാഴ്ത്തുന്ന ഈ ദിനത്തിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് സാധാരണക്കാരായ തമിഴരെ സ്മരിക്കാൻ ഒരിടവുമില്ലായിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എല്ലാ പൗരന്മാരെയും ദേശീയ ദിനത്തിൽ അനുസ്മരിക്കണമെന്ന് സർക്കാരിൻ്റെ തന്നെ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടും തമിഴർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരസ്യമായി അനുസ്മരിക്കുന്നതിന് ശ്രീലങ്കൻ സർക്കാർ അനൗദ്യോഗികമായി വിലക്കേർപ്പെടുത്തി. മെയ് 18 വടക്ക് കിഴക്ക് പ്രവിശ്യകളിൽ സുരക്ഷ കർശനമാക്കുകയും പൊതുസ്ഥലങ്ങളിലെ അനുസ്മരണങ്ങൾ തടയാൻ സ്കൂളുകളും സർവകലാശാലകളും അടച്ചിടുകയും ചെയ്യുന്നത് പതിവായി മാറി. തമിഴർ നടത്തുന്ന ഏതൊരു അനുസ്മരണത്തെയും സിവിലിയന്മാരോടുള്ള ആദരവായിട്ടല്ല, മറിച്ച് LTTEയോടുള്ള അനുഭാവമായിട്ടാണ് ശ്രീലങ്കൻ സുരക്ഷാ സേന കണക്കാക്കുന്നത്. വീടുകൾക്കുള്ളിൽ സ്വകാര്യമായി ദുഃഖം ആചരിക്കാൻ അനുവാദമുണ്ടെന്ന് സൈന്യം അവകാശപ്പെടുമ്പോഴും വീടുകളിൽ അതിക്രമിച്ചു കയറി അനുസ്മരണങ്ങൾ തടയുന്ന സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹിന്ദ ജയപക്സെയുടെ ഭരണകാലത്ത് ഈ ദിവസം വിജയ ദിവസമായി ആഘോഷിച്ചപ്പോൾ പിന്നീട് വന്ന മൈത്രിപാല സിരിസേന ഇതിനെ അനുസ്മരണ ദിനമാക്കി മാറ്റിയെങ്കിലും ശ്രീലങ്കൻ തമിഴരുടെ മനോവികാരങ്ങളെ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നില്ല. ഇത്തരം കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ചെറിയ രീതിയിലുള്ള ഒത്തുചേരലുകളിലൂടെ ശ്രീലങ്കയിലെ തമിഴർ മുള്ളിവയ്ക്കൽ അനുസ്മരണ ദിനം ആചരിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും സൈന്യത്തിൻ്റെ കടുത്ത നടപടികളിലേക്കും തമിഴ് രാഷ്ട്രീയക്കാരുടെ അറസ്റ്റിനും കാരണമാകാറുണ്ട്. എന്നാൽ ശ്രീലങ്കയ്ക്ക് പുറത്ത്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും ആഗോള തമിഴ് പ്രവാസികൾക്കിടയിലും മുള്ളിവയ്ക്കൽ ദിനം വലിയ രീതിയിലാണ് ആചരിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഈ ദിനത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്.
ഇവിടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ തീരുമാനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം വൈകാരികമായ ഒരു ദിനത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ശ്രീലങ്കൻ തമിഴരുടെ കാര്യത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കടുത്ത അതൃപ്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമായിരിക്കും എന്ന് വിജയ് കണക്ക് കൂട്ടിയിരിക്കണം. ശ്രീലങ്കൻ പ്രശ്നത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകളും പ്രത്യേകിച്ച് ഇന്ത്യൻ സമാധാന സംരക്ഷണ സേനയുടെ ഇടപെടലുകളും യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ തമിഴരെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല എന്ന പൊതുബോധവും തമിഴ്നാട്ടിൽ ഇന്നും ശക്തമാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയുടെ മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്ന ഒരു വേദിയിൽ, അതും മുള്ളിവയ്ക്കൽ ദിനത്തിൽ വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പങ്കെടുക്കുന്നത് വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവാണ് ആദ്യത്തെ പ്രധാന കാരണം. വൈകാരികമായ ചരിത്ര പശ്ചാത്തലത്തിനോടൊപ്പം തന്നെ തികച്ചും പ്രായോഗികമായ മറ്റൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട് വിജയുടെ ഈ വിട്ടുനിൽക്കലിന് പിന്നിൽ. ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ നിന്നും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് ഉയർന്നു വന്ന വിജയ് ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷ്മമായ ചുവടുവെപ്പുകളാണ് നടത്തുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച വിജയ് നിശ്ചയിച്ചിട്ടുള്ള സമയമാണിത്. സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് രാഷ്ട്രീയമായി തെറ്റായ സന്ദേശം നൽകിയേക്കാം എന്ന് അദ്ദേഹം വിലയിരുത്തിയിരിക്കാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യത്തിന്റെ ഒരു ഐക്യവേദിയായി വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറിയ സാഹചര്യത്തിൽ ഇവിടെ ഒരു അതിഥിയായി പോയി നിൽക്കുന്നത് വിജയിയെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ചേരിയുടെ ഭാഗമായി വ്യാഖ്യാനിക്കാൻ ഇടയാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നതിന് മുമ്പ് ഇത്തരമൊരു രാഷ്ട്രീയ മുദ്ര കുത്തപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഭവിക്കുമെന്നത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചിന്തിച്ചിരിക്കണം. ബി.ജെ.പിയുമായോ കോൺഗ്രസുമായോ പൂർണ്ണമായ ഒരു സഖ്യത്തിന് തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് തമിഴ്നാടിൻ്റെ പരമാധികാരവും വികസനവും മുൻനിർത്തി സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനാണ് വിജയ് ശ്രമിക്കുന്നത്. ഒരു വശത്ത് തമിഴ് ദേശീയ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുമായുള്ള വേദി ഒഴിവാക്കുകയും മറുവശത്ത് കേന്ദ്ര സർക്കാരുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ സുഗമമാക്കാൻ ബി.ജെ.പി. വിരുദ്ധ ചേരിയുടെ പരസ്യമായ ഒത്തുചേരലിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതിലൂടെ തൻ്റേതായ ഒരു സ്വതന്ത്ര ഇടം സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വിട്ടുനിൽക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. തമിഴ്നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ അടിമുടി മാറ്റിമറിക്കുമെന്ന് ശപഥമെടുത്താണ് വിജയ് അധികാരത്തിലേറിയത്. അതിന്റെ ഭാഗമായി വിവിധ ഭരണ വകുപ്പ് മേധാവികളുമായി വിജയ് ഇന്ന് നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് തന്റെ ഭരണപരിഷ്കാരങ്ങളും മാറ്റങ്ങളും അവരെ അറിയിക്കുന്ന നിർണായക യോഗങ്ങളാകും ഇന്ന് ചെന്നൈയിലെ ഫോർട്ട് സെന്റ് ജോർജിലെ ചീഫ് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കുക. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി കൂടിയാണ്. ഈ ദിനത്തിൽ തന്റെ കർത്തവ്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കേണ്ട എന്നാണ് വിജയുടെ തീരുമാനമെന്നും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. തമിഴ് മക്കളും തമിഴ്നാടും തന്നെയാണ് മുതലമേച്ചർ ജോസഫ് വിജയ്ക്ക് പ്രധാനമെന്ന് സാരം. ചുരുക്കത്തിൽ വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നുള്ള ജോസഫ് വിജയുടെ വിട്ടുനിൽക്കൽ വെറുമൊരു അസാന്നിധ്യമല്ല, മറിച്ച് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണത്. അത് തമിഴ് ജനതയുടെ വറ്റിത്തീരാത്ത കണ്ണീരിനോടുള്ള ആദരവ് കൂടിയാണ്. മുള്ളിവയ്ക്കലിൽ പിടഞ്ഞു വീണ 10,000-കണക്കിന് മനുഷ്യരുടെ ഓർമ്മകളെ നെഞ്ചിലേറ്റുന്ന ഒരു ജനതയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാനുള്ള ഒരു ഭരണാധികാരിയുടെ വിവേകമാണത്. അതോടൊപ്പം തന്നെ ഭാവിയിലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി കേന്ദ്ര സർക്കാരുമായി പാലിക്കേണ്ട നയതന്ത്രപരമായ അകലവും അടുപ്പവും എത്രത്തോളമായിരിക്കണം എന്നതിൻ്റെ കൃത്യമായ അളവുകോൽ കൂടിയാണ് അദ്ദേഹം ഈ തീരുമാനത്തിലൂടെ കാണിച്ചു തരുന്നത്. ചരിത്രത്തെയും വർത്തമാനത്തെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് വൈകാരികതയെയും പ്രായോഗികതയെയും സന്തുലിതമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവായി വിജയ് മാറുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ തീരുമാനത്തിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ലെന്നും ഓരോ ചുവടുവെപ്പിനും പിന്നിൽ കാണാമറയത്തുള്ള പല കാരണങ്ങളുണ്ടെന്നും ഈ സംഭവം അടിവരയിടുന്നു. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സ്വന്തമായൊരു വഴിവെട്ടിയൊരുക്കുന്ന വിജയ് വരും കാലങ്ങളിലും ഇത്തരം നിർണായകമായ തീരുമാനങ്ങളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.